Hi friends, Redmi Note7 Pro എന്ന ഫോൺ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഫോണിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആണ്. പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ് ഇതിൽ എനിക്ക് ഗുണങ്ങളായിട്ട് തോന്നിയ കാര്യങ്ങൾ, ഇതിലെ പോരായ്മകളായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓൾറെഡി ഈ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്താണ് കഴിഞ്ഞ ദിവസം, പക്ഷേ ചില എറേഴ്സ് കാരണം നമുക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് ഒരു റീഷൂട്ട് നടത്തി വീണ്ടും അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഈ റീഷൂട്ട് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഏർലി മോർണിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ കാണാം. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക്. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഫോണിന്റെ പ്ലസ് പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നെ സംബന്ധിച്ച് ആദ്യത്തെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ സെറ്റപ്പാണ്. ഒരു 15,000 രൂപ താഴെ നോക്കിയാൽ ഏറ്റവും നല്ലൊരു ക്യാമറ സെറ്റപ്പ് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു ക്യാമറയാണ്. 48 മെഗാ പിക്സൽ എന്ന ഹൈ റെസൊല്യൂഷൻ, കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈ റെസൊല്യൂഷൻ ഇമേജുകൾ കിട്ടും. അതേപോലെ 12 മെഗാ പിക്സൽ, ഈ 48 മെഗാ പിക്സലിലെ ഓരോ 4 പിക്സലുകളെയും മൈക്രോ പിക്സലുകളെയും കമ്പൈൻ ചെയ്ത് ഒരു പിക്സൽ ബിന്നിങ് ടെക്നോളജിയുടെ 12 മെഗാ പിക്സൽ എന്ന സെറ്റപ്പിലാണ് ഇതിന്റെ ഡിഫോൾട്ട് ക്യാമറ കിടക്കുന്നുണ്ടാവുക. നോർമലായിട്ട് ക്യാമറ ആപ്ലിക്കേഷൻ തുറന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിനകത്ത് 12 മെഗാ പിക്സലിന്റെ ഇമേജ് ആണ് കിട്ടുക. 48 മെഗാ പിക്സലിന്റെ റെസൊല്യൂഷൻ വേണമെന്നുള്ളപ്പോൾ പ്രോ മോഡിലേക്ക് കടന്നിട്ട് 48 എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നമുക്ക് 48 എന്ന ഹൈ റെസൊല്യൂഷനിൽ ഇമേജ് എടുക്കാം. രണ്ട് ഇമേജുകളും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. 48-ൽ കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ സൂം ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓൾറെഡി ക്യാമറ റിവ്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എനിക്കൊരു തോന്നുന്നത് ഇപ്പോൾ ഈ അപ്ഡേറ്റ്സ് വന്നതിന് ശേഷം കാര്യങ്ങൾ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ്. ക്യാമറ ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസ് ആയാലും ഇമേജുകളുടെ ക്വാളിറ്റിയിലായാലും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഒന്നുകൂടി ആഫ്റ്റർ അപ്ഡേറ്റ് ക്യാമറ റിവ്യൂ എന്ന രീതിയിൽ റിവ്യൂ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുകളിലായി ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഓപ്ഷൻ ഉണ്ട്, അപ്ഡേറ്റിന് ശേഷം ഒരു ക്യാമറ റിവ്യൂ വേണം എന്നും വേണ്ട എന്നുമുണ്ട്. അതിൽ വേണം എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടാൽ അങ്ങനെ കൂടുതൽ പേര് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ഒരു ക്യാമറ റിവ്യൂ കൂടി ചെയ്യും ഈ അപ്ഡേറ്റ്സിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു ക്യാമറയുടെ പവർ എന്താണെന്ന് അറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഐക്കണിലൊന്ന് വോട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മൊത്തത്തിൽ ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിലുള്ളത്. ഫ്രണ്ട് സൈഡിൽ 13 മെഗാ പിക്സൽ ക്യാമറയാണ്, അതും ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് തരുന്നത്. നിങ്ങൾക്ക് അവിടെ സാമ്പിൾസ് ഒക്കെ കാണാം. അപ്പോൾ ഗംഭീരമായ ഒരു ക്വാളിറ്റിയുള്ള ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിലുള്ളത്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്ലസ് പോയിന്റ്. രണ്ടാമത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 675. 15,000 താഴെ ഇത്രയും മികച്ച പ്രോസസർ വെച്ചുകൊണ്ടുള്ള ഫോൺ വേറെയില്ല. അപ്പോൾ ഏറ്റവും നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു ഫോണാണ്. ക്യാമറ ആപ്ലിക്കേഷൻ ഈ പറഞ്ഞ കുറേ ഇഷ്യൂസ് ഒക്കെ ലാഗൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് മുൻപ് അപ്ഡേറ്റ്സിന് മുമ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ക്യാമറ ഉപയോഗിച്ച് തിരിച്ചു വരുമ്പോൾ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ ആപ്ലിക്കേഷൻ്റെ പോരായ്മയായിരുന്നു. അപ്ഡേറ്റ്സിന് ശേഷം അതൊക്കെ ഫിക്സ് ആയിട്ടുണ്ട്. ഗംഭീര സ്മൂത്തായ ഒരു പെർഫോമൻസ്, ഈ 15,000 താഴെ ഏറ്റവും നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ എന്ന രീതിയിൽ Redmi Note7 Pro നമുക്ക് പറയാം. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പ്ലസ് പോയിന്റ്. അടുത്ത ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈനാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡിസൈനാണ്. നല്ല പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തോന്നിക്കുന്ന ഒരു ഗംഭീര ക്വാളിറ്റിയുള്ള ഡിസൈനാണ്. ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ഡിസൈനാണ്. പ്ലാസ്റ്റിക്കിന് ഗ്ലാസ് ഫിനിഷ് കൊടുത്തിരിക്കുന്നതല്ല, ഗ്ലാസ് ഡിസൈനാണ്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു ഡിസ്പ്ലേ ആണ്. സ്ക്രീൻ ബ്ലീഡിംഗ് പോലുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ യൂണിറ്റിൽ, ഒട്ടും തന്നെ ഇല്ല. നല്ല നൈസായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ്. സൺലൈറ്റിലൊക്കെ നല്ലോണം കാര്യങ്ങൾ കാണും. സൺലൈറ്റ് വിസിബിലിറ്റി നല്ലോണം ഉള്ള ഡിവൈസ് ആണ്. അതേപോലെ തന്നെ ലോ ലൈറ്റിലേക്ക് വന്നാൽ നല്ലോണം ഡിം ആവുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഓട്ടോ ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ, ബ്രൈറ്റ്നസും ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ നല്ലോണം ഡിം ആവുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു ഡിസ്പ്ലേയും ഈ ഫോണിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതും നമുക്ക് ഈ ഫോണിനെ വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയൊരു വിഷയമാണ്. സെൻസറുകളുടെ കാര്യം നോക്കാം. സെൻസറുകളെല്ലാം തന്നെയുണ്ട്. അതിൻ്റെ ഒപ്പം IR സെൻസർ, അത് സാധാരണ മറ്റു ഫോണുകൾ കാണാത്തൊരു സംഭവം, അതുമുണ്ട്. അപ്പോൾ എല്ലാ സെൻസറുകളും എക്സ്ട്രാ IR സെൻസറൊക്കെ ആയിട്ട് എല്ലാ സെൻസറുകളും ഉണ്ട്. എല്ലാം നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ GPS-ഉം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ സെൻസറുകളും ഉണ്ട്. എല്ലാം എഫിഷ്യൻ്റ് ആയിട്ടും സഫിഷ്യൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻസറുകളെല്ലാം ഉള്ള ഒരു ഫോൺ തന്നെ. അടുത്തത് കോൾ ക്വാളിറ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള കോളും സർവീസൊക്കെയാണ്. യാതൊരു ഇഷ്യൂ ഇല്ല, എററും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ സ്പീക്കർ, അതായത് ഇയർപീസ്, ആ ഭാഗത്ത് എന്തോ ഇഷ്യൂ ഉണ്ട്, സൗണ്ട് കുറവാണെന്നൊക്കെ പറയുന്നത് ചില സുഹൃത്തുക്കൾ കമൻറ്റ് വഴി ചോദിച്ചു. പക്ഷേ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. വളരെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വേറെ ഫോണുകളൊക്കെ ഉണ്ട്, M20 പോലുള്ള ഫോണുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി അങ്ങനെ കേട്ടപ്പോൾ പക്ഷേ യാതൊരു ഇഷ്യൂ ഇല്ല, രണ്ടും സഫിഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഇയർപീസ് നമ്മുടെ യൂണിറ്റിൽ യാതൊരു പ്രശ്നമില്ല. എല്ലാവരുള്ള ക്രൗഡിലൊക്കെ ഇറങ്ങി നമ്മൾ സംസാരിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ കേൾക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട്. കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് ചോദിച്ചാലും ഇല്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. വളരെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇയർപീസിൻ്റെ ഭാഗത്തില്ല. അത് നമ്മുടെ ഈ ഫോൺ ഉപയോഗിക്കുന്ന മറ്റു സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കളുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇയർപീസിന് വല്ല കാര്യമായ ഇഷ്യൂ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ഒന്ന് രേഖപ്പെടുത്തിയേക്കണം. കാണുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഉപകാരമായിരിക്കും. അപ്പോൾ എന്തായാലും ഇയർപീസിന് പ്രശ്നമൊന്നുമില്ല. സൗണ്ട് ക്വാളിറ്റി, സ്പീക്കറിൽ നിന്ന് നല്ല സൗണ്ട് തന്നെയാണ് വരുന്നത്, യാതൊരു ഇഷ്യൂ ഇല്ല. അതേപോലെ ഹെഡ്ഫോണിൻ്റെ കാര്യം നോക്കിയാലും യാതൊരു ഇഷ്യൂ ഇല്ല. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഇയർഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോൺ തന്നെയാണ്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4000 mAh ബാറ്ററിയാണ്. ഒരു 1.5 ദിവസമൊക്കെ നോർമൽ യൂസിൽ നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്.
ചാർജിങ്ങിൻ്റെ സ്പീഡിൻ്റെ കാര്യം നോക്കിയാൽ നോർമൽ ചാർജറാണ് വരുന്നത്. ക്വിക്ക് ചാർജ് 4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊന്നും കിട്ടാനില്ല എന്ന് നമുക്കറിയാം. 3 ഒക്കെ സ്റ്റാൾമെൻറ്റ് കിട്ടാനുള്ള 1500 കൊടുത്താൽ വേണമെങ്കിൽ ക്വിക്ക് ചാർജ് 3 വാങ്ങിച്ച് ഉപയോഗിക്കാം. അത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. നോർമൽ ചാർജിൽ 0 നിന്ന് 100 ആവാൻ 2 മണിക്കൂർ 20 മിനിറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം 0 നിന്നല്ല നമ്മൾ എപ്പോഴും ചാർജ് ചെയ്യുക, ചിലപ്പോൾ 10, 20, 30% എന്നൊക്കെ ചാർജ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഒരു 1-1.25 മണിക്കൂർ കൊണ്ടൊക്കെ ഇത് ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ചാർജിങ്ങിലും ഇഷ്യൂ ഇല്ല, ബാറ്ററി ലൈഫും സോളിഡായ നല്ലൊരു ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഉള്ള ഒരു ഫോൺ കൂടിയാണ് Redmi Note7 Pro. അതേപോലെ ഡിവൈസിന്റെ സ്റ്റാർ വാല്യൂ 0.962 എന്ന് പറയുന്ന തിരക്കിടില്ലാത്ത സ്റ്റാർ വാല്യൂ ഒക്കെ ഉണ്ട്. വൈഡ് എലമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ്. അതായത് നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം തുടങ്ങിയ സംഭവങ്ങളിൽ ഫുൾ HD വീഡിയോസ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ക്യാമറ ടു API, ഈ ഒരു സംഭവം സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഗൂഗിൾ ക്യാം പോലുള്ള സംഭവങ്ങൾ, Gcam പോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. Gcamന്റെ സാമ്പിൾസ് നിങ്ങളോട് കാണിക്കുന്നില്ല, കാരണം കിട്ടിയ Gcam ആപ്ലിക്കേഷനുകൾ ഇട്ടിട്ട് എനിക്ക് അത്ര നല്ലൊരു റിസൾട്ട് അല്ല കിട്ടിയത്. അപ്പോൾ അത്ര നല്ല റിസൾട്ട് അല്ലെങ്കിൽ പിന്നെ അത് വഴി ഇട്ടിട്ട് ഈ ഫോണിനെ കുറ്റം പറയുന്നത് ശരിയല്ല. എന്തായാലും നല്ല ആപ്ലിക്കേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു Gcamമായിട്ട് ഒരു കമ്പാരിസൺ വീഡിയോ നമ്മൾ വേറെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോഴേക്ക് നല്ല ആപ്ലിക്കേഷൻ അല്ല കിട്ടിയിരിക്കുന്നത്, അപ്പോൾ വരുമ്പോൾ അത് ചെയ്യാം. അപ്പോൾ നല്ല ക്യാമറ ടു API പോലുള്ള ഫീച്ചറുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഫോണാണ്. അപ്പോൾ മൊത്തത്തിൽ ഡിസൈനും ഡിസ്പ്ലേയും സൗണ്ടും അതേപോലെ എന്താ പറയുക, ക്യാമറ ആയാലും അതേപോലെ തന്നെ നമുക്ക് മറ്റ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആയാലും ബാറ്ററി ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ല ക്വാളിറ്റി തരുന്ന ഒരു ഫോണാണ്. ആ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം 10,000 രൂപയ്ക്ക് താഴെ നോക്കിയാൽ ഒരു ബെസ്റ്റ് ഫോൺ എന്ന രീതിയിൽ തന്നെയാണ് എനിക്കിപ്പോൾ ഈ ഒരു ഫോൺ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനകത്ത് കുറച്ച് നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഫോണുകൾ, പൊതുവെ റെഡ്മി ഫോണുകളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഫോണിനെ കുറിച്ചും പറയാനുള്ളത്. യുഐയിലെ പരസ്യങ്ങൾ, പല ഷാമിയുടെ ആപ്ലിക്കേഷൻസ് ആണ്, ഫയൽ മാനേജർ പോലുള്ള എന്ത് സംഭവം ഉപയോഗിച്ചാലും അതിനകത്തൊക്കെ പരസ്യങ്ങൾ വരുന്ന ഒരു സംഭവം തന്നെയാണ് ഏറ്റവും അധികം നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം. അത് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിനകത്തുണ്ട്, അറിയുന്നവർക്കൊക്കെ അത് കയറി ഡിസേബിൾ ചെയ്യാം. എന്നാൽ എല്ലാവരും ഇതിൻ്റെ പിന്നിലൊന്നും നിൽക്കില്ല. അപ്പോൾ നോർമലി ഇതിനകത്ത് പരസ്യങ്ങൾ വരുന്നു എന്നുള്ളത് ഒരു ഇറിറ്റേറ്റിംഗ് ആയ സംഭവമാണ്. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ വേറെ വീഡിയോയിൽ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ പേര് ആവശ്യപ്പെടുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് ഡിസേബിൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും പരസ്യങ്ങൾ വരുന്നു, അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ, പെർഫോമൻസ്, ഡിസൈൻ, ഡിസ്പ്ലേ, എന്താ പറയുക, ബാറ്ററി, ക്യാമറ എല്ലാം ബെസ്റ്റ് കൊടുത്തിട്ട് ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് കൂടി വെച്ചിരുന്നെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയത്. പക്ഷേ ഇവിടെ ഹൈബ്രിഡേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു സിമ്മും മെമ്മറി കാർഡും, അല്ലെങ്കിൽ 2 നാനോ സിം. ട്രിപ്പിൾ കാർഡ് 3 ഒരുമിച്ച് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. അതാണ് ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് ഈ ഫോൺ അത്രയും ഉപയോഗിച്ച് കഴിയുമ്പോൾ തോന്നുന്ന ഒരേ ഒരു നെഗറ്റീവ് സൈഡ് അത് മാത്രമാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ചും സൺലൈറ്റിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഹീറ്റ് ആവുന്നതായിട്ടാണ്. ക്യാമറ ഉപയോഗിക്കുമ്പോൾ സ്വല്പം ഹീറ്റ് ആവുക എന്നുള്ളത് നോർമലാണ്, നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും കുറച്ച് ഓവറായിട്ട് ഹീറ്റ് ആവുന്ന പോലെ തോന്നുന്നതാണ്. കാരണം അത് അപ്ഡേറ്റ്സിന് മുമ്പായാലും ശേഷമായാലും അങ്ങനെ തന്നെ ഹീറ്റ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും ഡേ ലൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ, സൺലൈറ്റ് ഒക്കെ ഉള്ള സമയത്ത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവും. അന്തരീക്ഷത്തിലെ ചൂടും അതേപോലെ ഗ്ലാസ് ഡിസൈനും നമ്മൾ പരിഗണിക്കണം, ശരിയാണ്. എങ്കിൽ പോലും ലാസ്റ്റ് നമ്മളൊരു ക്യാമറ കമ്പാരിസൺ, അതായത് M30 ഇതും നമ്മളൊരു ക്യാമറ കമ്പാരിസൺ വേണ്ടി രണ്ടും ഒരുപോലെ യൂസ് ചെയ്തു. ഗാലക്സി M30 ഹീറ്റ് ആയില്ല, പക്ഷേ ഇത് ഗംഭീരമായിട്ട് ഹീറ്റായി. റിസൾട്ടിലും കാര്യമായ ഡിഫറൻസ് വന്നു. അതിനകത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സ്മൂത്തായ വീഡിയോസ് ആയിരുന്നു കിട്ടിയത്. പക്ഷേ ഇതിനകത്ത് എടുത്ത വീഡിയോസിൽ കിട്ടുന്ന കാര്യങ്ങൾ ഡിഫറൻ്റ് ആയിരുന്നു. കുറച്ച് വ്യത്യാസമായ ഒരു ജെർക്കി ആയിരിക്കും, ഒരു സ്റ്റക്ക് ആവുന്ന ഒരു വീഡിയോ പോലെ. നിങ്ങൾക്ക് ഇവിടെ ഒരു സാമ്പിൾ കാണാം. ഇന്ന് രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ എടുത്ത ഒരു ഫുട്ടേജാണ്. ഇതിനകത്ത് ഈ ഒരു സ്മൂത്ത്നെസ് ഇല്ലായ്മ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സ്മൂത്ത്നെസ് ഇല്ലായ്മ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഹീറ്റ് ആവുന്നു, ഹീറ്റ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ വരുന്നു. ഈ ഒരു വീഡിയോയുടെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വരുന്നു എന്നുള്ളതാണ് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്. എന്തായാലും നമ്മളിതിന് ഡെവലപ്പേഴ്സിന് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 3 നെഗറ്റീവ് പോയിന്റുകൾ എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കാര്യം, ഈ M30യുടെ വീഡിയോ ഹീറ്റ് ആയില്ല, ഫോൺ ഹീറ്റ് ആയില്ല എന്ന് പറയുന്നത് ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് അത് ബെറ്റർ ആണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മളിവിടെ പറഞ്ഞത് ഇതിൻ്റെ ക്വാളിറ്റിയിൽ വന്ന ഒരു വേരിയേഷൻ, സ്മൂത്ത്നെസ് നമുക്ക് നഷ്ടപ്പെടുന്നത്, ഹീറ്റായി കഴിയുമ്പോൾ സ്മൂത്ത്നെസ് നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. അല്ലാണ്ട് അത് ബെറ്റർ ആണെന്നല്ല. അതിനേക്കാൾ നല്ലത് ഇവിടെ തന്നെയാണ്. കാരണം 4K ES സ്ലോ മോഷൻ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗംഭീര ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബെറ്റർ ആണ്. പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ ഇഷ്യൂ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴി ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ ഇതാണ് 3 പ്രധാനപ്പെട്ട നെഗറ്റീവ് പോയിന്റുകൾ. പിന്നെ വേറെ കുറച്ച് നെഗറ്റീവ് പോയിന്റ് ഒക്കെ വേണമെങ്കിൽ പറയാം. ഗ്ലാസ് ആണ്, അതുകൊണ്ട് കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഗ്ലാസ് സ്ലിപ്പറിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ സ്ലിപ്പായിട്ടില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സ്ലിപ്പായിട്ടാവില്ല എന്ന് ഞാൻ തോന്നുന്നത്. കാരണം ഗ്ലാസ് ആണ്, നമുക്കറിയാം. അപ്പോൾ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ സ്ലിപ്പ് ആവില്ല എന്നാണ് തോന്നുന്നത്. എങ്കിലും സ്ലിപ്പ് ആവുന്ന ഒരു പ്രശ്നം വന്നേക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങൾ എടുത്തോളൂ, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഒരു കാര്യം, സ്മഡ്ജസ്. കൈ ഇങ്ങനെ തൊടുമ്പോൾ സ്മഡ്ജസ് കണ്ടമാനം വരും. അതൊരു ഇഷ്യൂ ആയിട്ട് പലരും പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഒരു നെഗറ്റീവായിട്ട് എടുക്കാം. എനിക്ക് തോന്നുന്നില്ല, കാരണം ഗ്ലാസ് ആണ്, സ്മഡ്ജസ് വരും, അത് നോർമലാണ്. ഇങ്ങനത്തെ കുറേ നെഗറ്റീവുകൾ വേണമെങ്കിൽ പറയാം, അതൊന്നും പറയുന്നില്ല. പകരം പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അതിൽ തന്നെ സീരിയസ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ആ വീഡിയോയിൽ വരുന്ന ഒരു സ്മൂത്ത്നെസ് ഇല്ലായ്മയും ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. പരസ്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും ഒരു പരിധി വരെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫോണിൻ്റെ മൊത്തത്തിലുള്ള കാര്യം. മൊത്തമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ
പ്ലസ് പോയിന്റുകൾ തന്നെയാണ് കൂടുതൽ. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ 15,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാവുന്ന ഏറ്റവും നല്ല ഫോണുകളുടെ കൂട്ടത്തിൽ ഒരു ഫോണായിട്ട് Redmi Note7 Pro തന്നെയാണ് നിൽക്കുക. പിന്നെ ഒരു കാര്യം, ഫ്ലാഷ് സെയിലിലെ പ്രൊഡക്റ്റ് ഒന്നും കിട്ടുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എങ്ങനെയാണ് എടുക്കണമെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചു. ഈ കഴിഞ്ഞ ദിവസം കൂടി ഫ്ലാഷ് സെയിൽ നടത്തിയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കൾ കമന്റ് ചെയ്തു. ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് കിട്ടി. അതിന്റെ സ്ക്രീൻ റെക്കോർഡിംഗ് കാരണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ എങ്ങനെയാണ് വാങ്ങിച്ചത്, ഇതിന്റെ ഒരു ട്രിക്ക് എന്താണെന്നുള്ള കാര്യം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം എന്താണെന്നുള്ളത് നിങ്ങളുമായിട്ട് എന്തായാലും അടുത്തൊരു വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ക്യാമറ റിവ്യൂ അപ്ഡേറ്റ്സിന് ശേഷമുള്ള ഒരു ക്യാമറ റിവ്യൂ വേണം, ഒന്നുകൂടി വേണം എന്നുള്ളവർ തീർച്ചയായിട്ടും മുകളിൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ്സിന് ശേഷമുള്ള ആ ഒരു റിവ്യൂ വേണം എന്നുള്ള സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതായത് വോട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ പേര് ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ഒരു റിവ്യൂ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും, കാണാനും സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.